നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെയുണ്ട് ജാസ്മിൻ? അലങ്കാരങ്ങള് ഇത്രയൊക്കെ പോരെ? 4 ബലൂൺ വീർപ്പിച്ച് തൂക്കുന്നതാണോ അലങ്കാരം? ഇത് ചീപ്പായി പോയി ആൻജി. ഒരു വാശിക്ക് ഞാൻ പാർവതിയെ വെല്ലുവിളിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ സിമ്പതി പിടിച്ചുപറ്റാൻ ആഘോഷമൊക്കെ ലളിതമാക്കുന്നതാ നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ആദ്യം ഗസ്റ്റുകളെ ഒഴിവാക്കി, പിന്നെ ബഫേ ഒഴിവാക്കി, അലങ്കാരങ്ങളും കുറച്ചു. ഒരർത്ഥത്തിൽ അത് നന്നായി. ഇല്ലെങ്കിൽ തന്ത മരിക്കാൻ കിടക്കുമ്പോഴാണോടാ നീ സൽക്കാരം നടത്തുന്നതെന്ന് നാട്ടുകാരെ വിശാലിനോട് ചോദിക്കില്ലേ? അതെ, പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്. ആ പാർവതി എന്തിനാ വിശാലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞത്? എന്ത് തന്നെ ആയാലും അതിനൊരു കാരണം ഉണ്ടാവും. അതിനൊരു കാരണമേ ഉള്ളൂ, ഞാൻ. വിശാലിന്റെ ബർത്ത്ഡേക്ക് എന്റെ പ്രസൻസ് ഉണ്ടാവുന്നത് അവൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? കേക്ക് മുറിച്ച് ആദ്യത്തെ പീസ് എന്റെ വായിലേക്ക് വിശാല് വച്ചു തരുന്നത് കാണാനുള്ള ശക്തിയെ അവൾക്കുണ്ടാവുമോ? അതിനവൻ കേക്ക് മുറിക്കാനുണ്ടാവില്ലല്ലോ. അതിനു മുൻപ് അഗ്നിഗോളമായിട്ട് മാറില്ലേ? അച്ഛാ, ഇന്നെന്റെ ബർത്ത്ഡേയാ. ബ്ലസ് ചെയ്യണം. എല്ലാ ബർത്ത്ഡേക്കും അച്ഛൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബർത്ത്ഡേക്ക് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരേണ്ടി വന്നു. എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല അച്ഛാ. വിശാൽ സർ, ഇങ്ങനെ വിഷമിക്കല്ലേ. അച്ഛൻ എന്നും എപ്പോഴും സാറിന്റെ കൂടെ തന്നെയുണ്ട്. അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും വിശാൽ സാറിന്റെ ഒപ്പം ഉണ്ടാവും. ഇന്നും അച്ഛൻ സാറിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അതല്ല പാർവതി, നിനക്കറിയോ, എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് വരെ എന്റെ ബർത്ത്ഡേ എന്റെ അച്ഛൻ എങ്ങനെയാ നടത്തിയിരുന്നെന്ന്. അന്നൊക്കെ ഓരോ ബർത്ത്ഡേയും എനിക്ക് ഓരോ സർപ്രൈസ് ആയിരുന്നു. എത്രയോ തവണ എത്ര വലിയ ബിസിനസ് തിരക്കുകളായിരുന്ന പോലും എന്റെ അച്ഛൻ എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള എന്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ ഞാൻ തകർന്നു പോവാ പാർവതി. വിശാൽ സർ, പിറന്നാൾ ദിനത്തില് ഇങ്ങനെ കരയാൻ പാടില്ല. സന്തോഷിക്കല്ലേ വേണ്ടത്. നല്ലൊരു ദിവസമായിട്ട് ഇവിടെ ഇരുന്ന് അതും ഇതും പറഞ്ഞ് അച്ഛന്റെ മനസ്സുകൂടി വിഷമിപ്പിക്കല്ലേ. എല്ലാ വർഷത്തെയും പോലെ ഇന്നും അച്ഛൻ വിശാൽ സാറിന്റെ ജന്മദിനാഘോഷത്തിൽ നേരിട്ട് തന്നെ പങ്കെടുക്കും. നമ്മളിപ്പോഴേ കേക്കിന്റെ മുന്നിലാ നിൽക്കുന്നത്.
കേക്കില് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഗാർഗി 1, 2, 3 എന്ന് വീണ്ടും പറയുമ്പോ നമ്മൾ ഒരുമിച്ച് കേക്ക് കെട്ടിയാണ്. വിഷ്, വാട്ട്സ് ദിസ്? ഞങ്ങൾ വിഷിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാ വന്നത്. നമ്മളുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങളെ മനഃപൂർവ്വം വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യ. വിശാൽ, ദിസ് ഇസ് ടു മച്ച്. ഒരേ ദിവസം ജനിച്ച 2 പേരുള്ളപ്പം ഒരാളെ മാറ്റി നിർത്തി മറ്റേയാൾ ജന്മദിനം ആഘോഷിക്കുന്നത് ശരിയല്ല. മോനെ വിശാൽ, നീ ചെയ്തതാണ് ശരി. മാന്യമായ മനുഷ്യത്വപരമായ കാര്യം തന്നെയാ ഇത്. ചേച്ചി, ഇവിടെ എന്തായി നടക്കുന്നേ? ഇയാളെ പിടിച്ച് മാറ്റട്ടെ, ഇല്ലെങ്കിൽ അയാളും കത്തിച്ചാമ്പലാവും. ഒന്നെടുത്താ മറ്റൊന്ന് ഫ്രീ എന്ന് കേട്ടിട്ടില്ലേ? അതാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അയാള് ചാരമാവുന്നതില് നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? എനിക്കെന്തോന്ന് വിഷമം? ആ. അയാൾ ചത്തോലട്ടേന്ന് മാറണം. റെഡി, 1, 2, 3. എന്താ കത്താഞ്ഞേ? ശ്ശേ. നിങ്ങൾ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും നടന്നില്ല അല്ലേ? നടക്കില്ല. എന്റെ ഗായത്രി അമ്മയുടെ മകന്റെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ് വീഴാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഓർത്തോ പ്രഭാവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.